എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് ആൻഡ് പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പീരിയോഡിക് ട്രെൻഡുകൾ എങ്ങനെയാണ് ഗ്രൂപ്പുകളിലും പീരിയഡിലും എങ്ങനെയാണ് ട്രെൻഡുകൾ എന്നൊക്കെ പല പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അവസാനം പറഞ്ഞുകൊണ്ടിരുന്ന അയനൈസേഷൻ എൻതാൽപ്പിയാണ്. അത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അറ്റോമിക് റേഡിയസും അയനൈസേഷൻ എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ മേലിൽ താഴോട്ട് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുന്നു, അപ്പം അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. അപ്പൊ എന്തുകൊണ്ട് അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നു? ഒന്നാമത് നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു, മാത്രമല്ല ഷീൽഡിംഗ് എഫക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പാരഗ്രാഫ് വരെയാണ് തീർത്തത്. അടുത്ത് നമ്മൾ വായിക്കാൻ വന്നു ഇവിടെ. When we move from lithium to fluorine across the second period, successive electrons are added to the orbit in the same principal quantum level, and the shielding of the nuclear charge by the inner core of electrons does not increase very much to compensate for the increased attraction of the electron to the nucleus. ഇപ്പൊ എന്താണ് ലിഥിയം ടു ഫ്ലൂറൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പീരീഡിൽ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സെയിം ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പം ഒരേ പീരീഡിൽ എന്താണ് ഷീൽഡിംഗ് എന്ന് പറയുന്നത് അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നില്ല. അതാണ് ഈ സെന്റൻസോട് ഉദ്ദേശിക്കുന്നത്. ദാസ് അക്രോസ് എ പീരീഡ് ഇൻക്രീസിംഗ് ന്യൂക്ലിയർ ചാർജ് ഔട്ട്വേസ് ദി ഷീൽഡിംഗ്. അപ്പം ഒരു പീരീഡിൽ നമ്മൾ നോക്കുമ്പോൾ ഷീൽഡിംഗ് എഫക്റ്റിനേക്കാളും അവിടെ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, സൈസിനാണ്. ഓക്കെ, consequently the outermost electrons are held more and more tightly and the ionization enthalpy increases across a period. അപ്പൊ എന്താണ്, പീരീഡ് ലെഫ്റ്റോട്ട് ആയിട്ട് പോകുമ്പോൾ ഷീൽഡിംഗ് എഫക്റ്റിന്റെ ഇൻക്രീസിനെക്കാളും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആണ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത്. അപ്പൊ എന്താ, ലെഫ്റ്റിന് റൈറ്റിലോട്ട് പോകുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും, മാത്രമല്ല അയനൈസേഷൻ എൻതാൽപ്പി കൂടി വരും. ഇതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. As we go down a group, the outermost electron being increasingly farther from the nucleus, there is an increased shielding of the nuclear charge by the electrons in the inner levels. ഇപ്പൊ എന്താണ്, ഗ്രൂപ്പിന് മേലിൽ താഴോട്ട് വരുമ്പോൾ എന്താ, നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു. അപ്പൊ എന്താ, ഇന്നർ ഷെൽസിലുള്ള ഇലക്ട്രോൺസ് വെളിയിലുള്ളതിന് റിപ്പൽ ചെയ്യുന്നു, അതാ ഷീൽഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. ഓക്കെ, ഇൻ ദിസ് കേസ് ഇൻക്രീസ് ഇൻ ഷീൽഡിംഗ് ഔട്ട്വേസ് ദി ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ. അപ്പൊ ഈ കേസിൽ എന്താണ്, ഷീൽഡിംഗ് എഫക്റ്റ് ആണ് ഇൻക്രീസിംഗ് ന്യൂക്ലിയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനേക്കാളും ഔട്ട്വേ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്ത്, താഴോട്ട് വരുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നത്. ഓക്കെ, ഫ്രം ഫിഗർ 3.6a you will also notice that the first ionization enthalpy of boron is slightly less than that of beryllium, even though the former has greater nuclear charge. നോക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം, ഒരു പീരീഡ് ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പി കൂടി വരണം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നൈട്രജനാണ് ഓക്സിജനേക്കാളും അയനൈസേഷൻ എൻതാൽപ്പി കൂടിക്കുന്നത്, മാത്രമല്ല ബെറിലിയത്തിനാണ് ബോറോണിനേക്കാളും അയനൈസേഷൻ എൻതാൽപ്പി കൂടി നിൽക്കുന്നത്. ഇതിന്റെ കാരണം നമ്മൾ നൈട്രജന്റെ ഓക്സിജനേക്കാളും അയനൈസേഷൻ എൻതാൽപ്പി കൂടുന്നതിന്റെ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, നൈട്രജന്റെ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽസ് ആണ്. ബെറിലിയം ബോറോണിനേക്കാളും കൂടി നിൽക്കുകയാണ്, നൈട്രജൻ ഓക്സിജനേക്കാളും കൂടി നിൽക്കും. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് നോക്കാം. ബെറിലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. ബോറോണിന്റെ എന്താണ്, 1s2 2s2 2p 1 ആണ്. അറ്റോമിക് നമ്പർ 5 ആണ്. ഇത് 5, ഇത് 4. നമ്മൾ നോക്കുവാണെങ്കിൽ ബെറിലിയത്തിന് എന്താണ്, 2s ഓർബിറ്റിൽ എന്താണ്, ഫിൽഡ് ആണ്. അപ്പം ഫിൽഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കളയാൻ എന്താ, ഒരുപാട് എനർജി വേണ്ട. പക്ഷെ നമ്മൾ ബോറോൺ നോക്കുകയാണെങ്കിൽ എന്താ, അതിന് 2pയിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റേബിൾ 2s2 കോൺഫിഗറേഷൻ ആണ് കിട്ടുന്നത്. അപ്പം ബെറിലിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണൊക്കെ എടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് എന്ത്, ബോറോൺ എന്നൊരു ഇലക്ട്രോൺ പുറത്തെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബോറോണിന്റെ അയനൈസേഷൻ എൻതാൽപ്പി ബെറിലിയത്തെക്കാളും കുറഞ്ഞു വന്നത്. ഓക്കെ, പിന്നെ നൈട്രജൻ നമ്മൾ ഇന്നലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഇവിടെ തന്നേക്കുന്നത്. എന്താണ്, ബോറോണിൽ 2p1 നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്, ബെറിലിയത്തിനാണെങ്കിൽ 2s എന്നാണ് ഇലക്ട്രോൺ പോകുന്നത്. അതുകൊണ്ട് 2p1 നിന്ന് പോയാൽ ഫിൽഡ് 2s കിട്ടുന്നതുകൊണ്ട് ബോറോണിന്റെ അയനൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും ബെറിലിയത്തിനേക്കാളും കുറവ്. ഓക്കെ, പിന്നെ ഇന്നലെ പറഞ്ഞ നൈട്രജന്റെ ഓക്സിജന്റെ കേസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് പറയാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ കുറിച്ചാണ്.
ഇപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി? When an electron is added to a neutral gaseous atom to convert it into a negative ion. എന്താണ് ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്തൽപി ചേഞ്ചിന് അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ദി ഈസ് വിത്ത് വിച്ച് ആൻ ആറ്റം ആഡ്സ് എൻ ഇലക്ട്രോൺ ടു ഫോം ആനിയം. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി മെഷർ ചെയ്യുന്നത്? എന്താണ് എത്ര എളുപ്പത്തിൽ ഒരു ആറ്റത്തിന് ഒരു ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിനെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി അങ്ങനെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി? ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം, എക്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം, ഒരു ഇലക്ട്രോണ് വാങ്ങിക്കൊണ്ട് എക്സ് മൈനസ് അയോൺ ആവുന്നു. ഈ കെമിക്കൽ ചേഞ്ചിലുണ്ടായ എന്താണ് എന്തൽപി ചേഞ്ച്, അതാണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി. ഡിപ്പെൻഡിങ് ഓൺ ദി എലമെന്റ്, ദ പ്രോസസ് ഓഫ് ആഡിങ് ആൻ ഇലക്ട്രോൺ ടു ദി ആറ്റം ക്യാൻ ബി ഐദർ എൻഡോതെർമിക് ഓർ എക്സോതെർമിക്. നമ്മള് അയനൈസേഷൻ എന്തൽപി പറഞ്ഞത് എന്താണ്? അയനൈസേഷൻ എപ്പോഴും എന്താണ് ഒരു എൻഡോതെർമിക് പ്രോസസ്. നമ്മൾ എനർജി കൊടുത്താലേ ഇലക്ട്രോൺ ആ എലമെന്റിൽ നിന്ന് പുറത്ത് വരത്തുള്ളൂ. പക്ഷെ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എന്ന് പറയുന്നത് എന്താണ്? എൻഡോതെർമിക് ആവാം, എക്സോതെർമിക് ആവാം. നമ്മൾ എനർജി ഒന്നിച്ച് കൊടുത്തിട്ടാണെങ്കിലും ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആഡ് ചെയ്തുകൊണ്ട് എനർജി കിട്ടുകയും ചെയ്യും. അപ്പം രണ്ട് രീതിയിൽ നടക്കാം. For many elements, energy is released when an electron is added to the atom. കുറെ എലിമെന്റ്സിന് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ആവുന്നത് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് 7 നമ്മുടെ ഹാലജൻസ് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അവർക്കൊക്കെ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി വാല്യൂ നെഗറ്റീവ് ആണ്. അഥവാ അവർക്ക് ആ ആറ്റങ്ങളിൽ നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ നമുക്ക് വെളിയിലേക്ക് അവർ എനർജി റിലീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ് അവർക്ക് വെരി ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ക്യാൻ അറ്റൈൻ സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. കാരണം നമുക്കറിയാം ഫ്ലൂറിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p5. ഒരു ഇലക്ട്രോണിന്റെ കുറവാണ് എന്ത്? സ്റ്റേബിൾ കോൺഫിഗറേഷൻ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഒറ്റ ഇലക്ട്രോണിന്റെ കുറവില്ല. അപ്പൊ അവർക്ക് ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ടാണ് അവർ എനർജി റിലീസ് ചെയ്യുന്നത്. On the other hand, noble gases have high positive electron gain enthalpies because the electron has to enter the next higher principal quantum level. So noble gas in already filled orbitals ആണ് ഉള്ളത്. ഇപ്പൊ വീണ്ടും ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എന്താ സ്റ്റെബിലിറ്റിയും പോകുന്നിട്ട് മാത്രമല്ല ആ ഇലക്ട്രോൺ പോയി കയറുന്നത് എന്താണ്? അടുത്ത ഷെല്ലിലേക്കാണ് പോയി കയറുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്താ? അപ്പൊ ആ സ്റ്റെബിലിറ്റി മൊത്തത്തിൽ ആറ്റത്തിന്റെ പോവാണ്. അതുകൊണ്ട് നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എന്താണ്? ഹൈലി പോസിറ്റീവ് അല്ലെങ്കിൽ ഹൈലി എൻഡോതെർമിക് റിയാക്ഷൻ ആണ് നോബൽ ഗ്യാസിന് ഇലക്ട്രോൺ ഗെയിൻ എന്ന് പറയും. It may be noted that electron gain enthalpies have large negative values toward the upper right of the periodic table preceding the noble gas. അപ്പം 17th ഗ്രൂപ്പ് വരെ എത്തുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. 17th ഗ്രൂപ്പിലാണ് എന്ത് ഹൈയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി എത്തുന്നത് അവിടെയാണെന്നാണ് പറയുന്നത്. The variation in electron gain enthalpies of elements is less systematic than for ionization. Ionization enthalpiയേക്കാളും നമുക്ക് അത്ര predictable ആയിട്ട് നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ enthalpiയുടെ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. As a general rule, electron gain enthalpies become more negative with increase in the atomic number across a period. ഇവിടെ എന്താണ് ജനറൽ റൂളോട് പറഞ്ഞത്? എന്താണ് ഒരു പീരീഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത്. The effective nuclear charge increases from left to right across a period. നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ആറ്റത്തിന്റെ സൈസ് കുറയുന്നതും അയനൈസേഷൻ എന്തൽപി വാല്യൂ കൂടുന്നതും ഒക്കെ. And consequently, it will be easier to add an electron to a smaller atom since the add electron on average would be closer to the positively charged nucleus. അപ്പം എന്തുകൊണ്ടാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്നത്? നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുവാണ്. ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞ ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ന്യൂക്ലിയസിനോട് അടുത്താണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ ഇലക്ട്രോൺ നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാകുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്നത്. We should also expect electron gain enthalpy to become less negative as we go down a group because the size of the atom increases and the added electron would be farther from the nucleus. എന്താണ് ഗ്രൂപ്പിന് മേലെയും താഴോട്ട് വരുമ്പോൾ എന്താ ആറ്റത്തിന്റെ സൈസ് കൂടി വരികയാണ്. അപ്പൊ അറിയാം അപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് നമുക്കറിയാം. ഇപ്പൊ ന്യൂക്ലിയസിനുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ഇലക്ട്രോൺ അവിടെ നിൽക്കാനുള്ള ടെൻഡൻസി കുറയും.
അപ്പൊ താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരണം. അങ്ങനെയാണ് ദിസ് ഈസ് ജനറലി ദ കേസ്. However, electron gain enthalpy of oxygen or fluorine is less negative than that of the succeeding element. അപ്പം അവരവരുടെ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് 16ലും 17ലും ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ അവരുടെ അടുത്ത മെമ്പറിനെക്കാളും ലെസ് നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് 16ലാണെങ്കിൽ നമ്മുടെ ഓക്സിജനും സൾഫറും ഉണ്ട്, 17ല് ഫ്ലൂറിനും ക്ലോറിനും. നമുക്ക് ജനറൽ റൂൾ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി താഴോട്ട് വരുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരണം, ലെസ് നെഗറ്റീവ് ആവണം. അപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ആർക്കാണ് ശരിക്കും വരേണ്ടത് ഓരോ ഗ്രൂപ്പുകളിൽ? ഇപ്പൊ 16 17 ഫസ്റ്റ് മെമ്പറായ ഓക്സിജനും ഫ്ലൂറിനും ആണ് ഏറ്റവും നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അതല്ല കേസ്. ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് വാല്യൂ എടുത്താൽ ഓക്സിജന് സൾഫറിനെക്കാളും കുറവാണ്, ഫ്ലൂറിനെക്കാളും കൂടുതലാണ്. ഇപ്പൊ ഇതെന്തുകൊണ്ടാണ് വന്നത്? This is because when an electron is added to oxygen or fluorine, the added electron goes to the smaller n equal to 2 quantum level and suffers significant repulsion from the other electrons present in the cell. അപ്പൊ എന്തുകൊണ്ടാണ്? നമുക്കറിയാം സൾഫറും ക്ലോറിനും ഒക്കെ എന്താണ്, ചെറിയ ആറ്റംസ് ആണ്, ഒരുപാട് ഷെല്ലുകളില്ല. കോൺഫിഗറേഷൻ തന്നെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 2 ആണ്. അപ്പൊ അത്രയും ന്യൂക്ലിയസിന് അടുത്ത് ഇരിക്കുന്ന ഓർബിറ്റുകളാണ്. ഓക്കെ, അപ്പൊ എന്താണ്, അത്ര അടുത്ത് വരുമ്പോൾ പുതിയൊരു ഇലക്ട്രോൺ വരുമ്പോൾ എന്താ, റിപ്പൾഷൻ എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരിക്കും അടുത്തടുത്തുള്ള ഓർബിറ്റുകൾ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് സൈസ് വെച്ച് മാത്രം വെച്ചാൽ ഓർബിറ്റലിന്റെ സൈസ് വെച്ച് മാത്രമാണ് ആയതുകൊണ്ടാണ് എന്ത് ഇവിടെ സൾഫറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്താണ് ഓക്സിജനേക്കാളും കൂടിയത്. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാം, സൾഫറിന്റെ ഓക്സിജന്റെ കോൺഫിഗറേഷൻ എന്താ, 1s2 2s2 2p4. സൾഫറിന്റെ എന്താ 1s2 2s2 2p6 3s2 3p4 ആണ്. അപ്പൊ അവിടെ നോക്കുമ്പോ ഇവിടെ നമ്മള് സെക്കൻഡ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്, ഇവിടെ തേർഡ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. അപ്പം തേർഡ് ഷെല്ലിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ, സെക്കൻഡ് ഷെല്ലിൽ നിന്നുള്ള റിപ്പൾഷൻ കുറവായിരിക്കും. കാരണം സെക്കൻഡ് ഷെല്ലും തേർഡ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫസ്റ്റ് ഷെല്ലും സെക്കൻഡ് ഷെല്ലിനേക്കാളും എന്താണ് കൂടുതലായിരിക്കും. അപ്പം ഇവിടുത്തെ റിപ്പൾഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. ഇവിടുത്തെ റിപ്പൾഷൻ കൂടുതലായിരിക്കും. നേരെ തിരിച്ച് ഇവിടുത്തെ റിപ്പൾഷൻ കൂടുതലായിരിക്കും, ഇവിടുത്തെ റിപ്പൾഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഇവർക്ക് സെക്കൻഡ് അടുത്ത പീരീഡിലെ മെമ്പേഴ്സിനേക്കാളും കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അത്രയാണ് നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ കുറിച്ച് പറയാം. അപ്പൊ ഈ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചാണെങ്കിൽ ഓക്സിജൻ ആയിരുന്നു ഏറ്റവും നെഗറ്റീവ് വാല്യൂ വരേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ സൾഫറിൻ്റെത് ഓക്സിജനേക്കാളും വലിയ നെഗറ്റീവ് വാല്യൂ ഉള്ളതാണ്. പിന്നെ 17 ആണെങ്കിലും ഫ്ലൂറിനായിരുന്നു ഏറ്റവും നെഗറ്റീവ് വാല്യൂ വരേണ്ടിയിരുന്നത്, പക്ഷെ ഫ്ലൂറിനേക്കാളും കൂടുതൽ. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് എൻ ആറ്റം in a chemical compound to attract shared electrons to itself is called electronegativity. ഇതെന്താണ് പറയുന്നത്? ഇപ്പം കൺസിഡർ ചെയ്യാം, ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കൺസിഡർ ചെയ്യാം, HF. ഓക്കെ, ഏതായിക്കോട്ടെ, ഏതെങ്കിലും എലമെന്റ് ആയിക്കോട്ടെ, എയും ബിയും രണ്ട് എലമെന്റ്സ്, അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു, AB എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഇവരുടെ ഇലക്ട്രോൺ ക്ലൗഡ് വരയ്ക്കുന്ന ഇങ്ങനെ ആയിരിക്കും. A ഉണ്ട്, ഇവിടെ B ഉണ്ട്. ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുക. കോവാലന്റ് ബോണ്ട് എന്താ, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, നമുക്കറിയാം. അപ്പം ഇവിടെ നിന്നും A ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, B ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇവര് ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, എന്താണ് ഇപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുക, സപ്പോസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് A എന്ന് പറയുന്നത് ലെസ് ദാൻ B ആണെന്ന് വിചാരിക്കുക. എയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ബിയേക്കാൾ കുറവാണെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ തന്റെ അടുക്കലേക്ക് വലിച്ചു നിർത്താനുള്ള കഴിവ്. ഇപ്പൊ ബിയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എനേക്കാളും കൂടുതലാണെങ്കിൽ
ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് സെൻട്രൽ ആയിരിക്കത്തില്ല നിൽക്കുന്നത്, കൂടുതൽ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ആരോടായിരിക്കും, ബിയോടായിരിക്കും നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഇതായിരിക്കും സെൻട്രൽ. അപ്പൊ ആ ഇലക്ട്രോൺ ക്ലൗഡിനെ തന്റെ അടുത്തേക്ക് പിടിച്ചു നിർത്താനുള്ള കഴിവിനെ അതിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, the qualitative measure of the ability of an atom in a chemical compound to attract shared electrons to itself. അതാണ് എന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അൺലൈക്ക് അയണൈസേഷൻ എന്തൽപി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി, ഇറ്റ് ഈസ് നോട്ട് എ മെഷറബിൾ ക്വാണ്ടിറ്റി. അപ്പൊ അതൊന്നും അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. However, a number of numerical scales of electronegativity of elements, ഇപ്പൊ നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി എന്താ ഒരുപാട് സ്കെയിലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സ്കെയിലാണ് എന്ത് പോളിംഗ് സ്കെയില്, വില്ലിക്കൻ ജാഫെ സ്കെയില്, ആൽഡ്രഡ് റോച്ചോ സ്കെയിലൊക്കെ. ഇതൊക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള സ്കെയിൽസ് ആണ്. The one which is most widely used is the Pauling scale. Pauling സ്കെയിലാണ് നമ്മൾ എല്ലാം പറയുന്നത്. Linus Pauling, an American scientist in 1922, assigned arbitrarily a value of 4 to fluorine. അപ്പം പോളിംഗ് എന്താ ചെയ്തത്? ലിനസ് പോളിംഗ് ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ 4 എന്ന് എടുത്തു. ഫ്ലൂറിനാണ് നമ്മുടെ പീരിയോഡ് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. അപ്പൊ അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 എന്ന് എടുത്തു. എന്നിട്ട് അത് വെച്ച് കമ്പയർ ചെയ്താണ് ബാക്കിയുള്ളവരുടെ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂസ് അസൈൻ ചെയ്തത്. Okay, the electronegativity of any given element is not constant. It varies depending on the element to which it is bound. അപ്പം ഒരു എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കോൺസ്റ്റന്റ് അല്ല, അത് ഏത് എലമെന്റുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത് ആ എലമെന്റിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഈ ബോണ്ട് ചെയ്യുന്ന എലമെന്റിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയും. So it is not a measurable quantity. It does provide a means for predicting the nature of force that holds a pair of atoms together. അപ്പൊ നമുക്ക് അത് മെഷറബിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിലും എന്താ അതിന്റെ ആവശ്യമുള്ള ഗുണം എന്താ, ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന രണ്ട് എലിമെന്റ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ടിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ ഇലക്ട്രോനെഗറ്റിവിറ്റി സഹായിക്കും. പലതരം ബോണ്ടുകൾ പിന്നീട് പഠിക്കും. എന്താണ് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അപ്പൊ അതിന്റെ എന്ത് തരം ബോണ്ടാണ് ഫോം ചെയ്യാൻ സാധ്യത കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് അറിഞ്ഞാൽ. ഇലക്ട്രോനെഗറ്റിവിറ്റി ജനറലി ഇൻക്രീസസ് അക്രോസ് എ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മളൊരു പീരിയഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കൂടുന്നു. ആൻഡ് ഡിക്രീസ് ഡൗൺ ഗ്രൂപ്പ്, ഗ്രൂപ്പില് മേലെ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കുറയും. ഓക്കെ, ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഔട്ടർ ഇലക്ട്രോൺസ് ആൻഡ് ദി ന്യൂക്ലിയസ് ഇൻക്രീസസ് as the atomic radius decreases in a period. അപ്പൊ എന്താണ് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് കുറയുന്നതനുസരിച്ച് എന്താണ് ന്യൂക്ലിയസും ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. കാരണം സൈസ് കുറയുന്നതനുസരിച്ച് ഇവർ അത്ര അടുത്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അത്ര അടുത്ത് നിൽക്കുന്നതോറും എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കൂടും. അതാണ് ഗ്രൂപ്പിൽ മേലെയും താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നത്. കാരണം ഗ്രൂപ്പിൽ നിന്ന് മേലെയും താഴോട്ട് വരുമ്പോൾ എന്താണ് ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. അപ്പൊ ഇലക്ട്രോൺ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്താണ് ദൂരെയാണ് നിൽക്കുന്നത്. അപ്പൊ അട്രാക്ഷൻ കുറയുന്നു, അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കുറയുന്നു. അതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഓൺ ദി സെയിം അക്കൗണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയേറ്റ് ഡൗൺ എ ഗ്രൂപ്പ്. ദി ട്രെൻഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് അയനൈസേഷൻ എന്തൽപി. അയനൈസേഷൻ എന്തൽപി പോലെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ വരുന്നത്, ട്രെൻഡ് വരുന്നത്. നോയിങ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് അറ്റോമിക് റേഡിയസ് ക്യാൻ യു വിഷ്വലൈസ് ദ റിലേഷൻ. അപ്പം ഇനി എല്ലാത്തിന്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് പല എലിമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂസ് നമുക്ക് നോക്കാം. ഇത് സെക്കൻഡ് പീരിയഡ് എലിമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ എന്നിട്ട് നമുക്ക് ഫ്ലൂറിന്റെ 4 തന്നിട്ടുണ്ട്. ലെഫ്റ്റിലോട്ട് 0.5 വെച്ച് കുറച്ച് വരിക. അങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കാനുള്ള എളുപ്പം എന്ന് പറയുന്നത്. ഓക്സിജന്റെ 3.5, നൈട്രജൻ 3, കാർബൺ 2.5, ബോറോൺ 2, ബെറിലിയം 1.5, ലിഥിയം 1. ഓക്കെ, പിന്നെ പലതിന്റെയും ഇലക്ട്രോനെഗറ്റീവ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പീരിയോഡ് ടേബിൾ എങ്ങനെയാണ് ട്രെൻഡ് എന്ന് നോക്കാം. നമുക്കറിയാം ആദ്യം നമ്മൾ പഠിച്ചത് അറ്റോമിക് റേഡിയസ് ആണ്. അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് താഴോട്ട് വരുന്നതോറും കൂടി വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ പീരിയഡിലാണെങ്കിലോ പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് അറ്റോമിക് റേഡിയസ് വലുതാവുന്നു എന്ന് കാണിച്ചേക്കുന്നത്. പിന്നെ അറ്റോമിക് റേഡിയസ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് അയണിക് റേഡിയസ്, അതും സെയിം ഓർഡർ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചത് അയണൈസേഷൻ എന്തൽപിയാണ്. അയണൈസേഷൻ എന്തൽപി എങ്ങനെ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും അയണൈസേഷൻ എന്തൽപി കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് അയണൈസേഷൻ എന്തൽപി മേളിലോട്ട് കൂടുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ പീരിയഡിലാണെങ്കിലോ പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും അയണൈസേഷൻ എന്തൽപി എന്ത് ചെയ്യും കൂടി വരും. കാരണം സൈസ് കുറഞ്ഞു വരും. അപ്പൊ അയണൈസേഷൻ എന്തൽപിയും കൂടി വരും.
പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ജനറൽ വാല്യൂ നമുക്ക് പറയാം. നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ഒരു പീരീഡ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകുന്നതോറും കൂടി വരും. ഗ്രൂപ്പിൽ താഴോട്ട് കുറഞ്ഞു വരും നെഗറ്റീവ് വാല്യൂ. പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലെഫ്റ്റിൽ നിന്ന് ഗ്രൂപ്പിൽ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂ കൂടി വരും. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും കുറഞ്ഞു വരും. അപ്പൊ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് ഒരൊറ്റ ചാർട്ടിൽ ഇവർ കാണിച്ചിരിക്കാം. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നോൺ മെറ്റാലിക് എലിമെന്റ്സ് ഹാവ് സ്ട്രോങ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. ഇപ്പൊ നോൺ മെറ്റൽസിന് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൊടുക്കുക. കാരണം മെറ്റൽസ് എന്താണ് നമ്മൾ പറയുന്നത്, മെറ്റൽസിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ എസ് ബ്ലോക്ക് എലിമെന്റ്സിൽ ആൽക്കലി മെറ്റൽസും അതിന്റെയൊക്കെ അയനൈസേഷൻ എന്തൽപി വളരെ കുറഞ്ഞ വാല്യൂസ് ആണ് ഉണ്ടായിരുന്നത്. റെസ്പെക്റ്റീവ് പീരിയഡിൽ ഏറ്റവും കുറഞ്ഞ അയനൈസേഷൻ എന്തൽപി ഉണ്ടായിരുന്നത് ആൽക്കലി മെറ്റൽസ് ആയിരുന്നു. കാരണം അവർ മെറ്റൽസ് ആണ്, അവർ പെട്ടെന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നോൺ മെറ്റൽസിന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. Therefore, electronegativity is directly related to the non-metallic properties. എത്രത്തോളം നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുന്നു അത്രത്തോളം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. It can be further extended to say that the electronegativity is inversely related to the metallic property of elements. അപ്പൊ എന്താ ഈ ഇപ്പൊ പറഞ്ഞു electronegativity is directly proportional to non-metallic character എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും അത് inversely proportional to metallic character ആയിരിക്കും. അത് എത്രയേ പറയുന്നുള്ളൂ. Thus, the increase in electronegativity across a period is accompanied by an increase in non-metallic properties. നമ്മൾ പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മെറ്റൽസ് ആണ്, എസ് ബ്ലോക്ക് എലിമെന്റ്സ്. ഡി ബ്ലോക്കിൽ അതും ഫുൾ മെറ്റൽസ് ആയിരുന്നു. പി ബ്ലോക്ക് എത്തുമ്പോൾ എന്തായി മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും എല്ലാം വരുന്നുണ്ട്. അപ്പൊ റൈറ്റ് സൈഡ് എത്തുമ്പോഴാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നത്. Similarly, the decrease in electronegativity down a group is accompanied by decrease in non-metallic properties. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മേലെ താഴെ വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു എന്ന് പറയാം. അതിനകത്ത് എന്താ നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരുന്നു, മാത്രമല്ല മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് പീരിയോഡിസിറ്റി ഓഫ് വാലൻസ് ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. The valence is the most characteristic property of the elements and be understood in terms of the electronic configuration. ഇപ്പോൾ ഒരു എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാൽ നമുക്ക് ആ എലമെന്റിന്റെ വാലൻസ് എത്ര എന്നുള്ളത് പറയാൻ പറ്റുന്നത്. The valence of representative elements is usually not necessarily equal to the number of electrons in the outermost orbitals. ഇപ്പൊ എന്താണ് സാധാരണ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ആരൊക്കെയാണ്? എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെ എലമെന്റ്സ് നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് വിളിക്കുന്നത്. അപ്പൊ അവരുടെ വാലൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെയായിരിക്കും അവരുടെ വാലൻസി യൂഷ്വലി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? അതല്ലെങ്കിൽ 8 മൈനസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദാറ്റ് ഓർബിറ്റ്. Nowadays the term oxidation state is frequently used for valence. ഇപ്പോ വാലൻസിന് പകരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. കൺസിഡർ ദി 2 ഓക്സിജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. എന്താണ്? OF2 ഉം Na2O ഉം. രണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, OF2 ഉം Na2O. ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂയുടെ ഓർഡറും തന്നിട്ടുണ്ട്. F greater than O greater than N. Each of the atoms of fluorine with outer electron configuration shares 1 electron with oxygen OF2 molecule. അപ്പം ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഔട്ടർ ഇലക്ട്രോൺ 2s2p5. അപ്പൊ എന്താണ് ഒറ്റ ഇലക്ട്രോണിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആയതുകൊണ്ടും ഫ്ലൂറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മളെപ്പോഴും -1 ആയിട്ടാണ് എടുക്കുന്നത്, ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആയതുകൊണ്ട്. ഓക്സിജന്റെതും സാധാരണ മൈനസ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. പക്ഷെ ഫ്ലൂറിന്റെ കൂടെയുള്ള കോമ്പൗണ്ട്സിൽ ഓക്സിജൻ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്ലൂറിന്റെ -1 ആണ് ഓക്സിജൻ സ്റ്റേറ്റ്. ഇപ്പൊ രണ്ട് ഫ്ലൂറിനുള്ള ഇവിടെ -2 ആയിരിക്കും. പിന്നെ ഓക്സിജൻ അപ്പൊ എന്തായിരിക്കും? -2 വന്നുകൊണ്ട് ഓക്സിജൻ +2 വരണം. ഓക്കെ, അതേപോലെ സാധാരണ കോമ്പൗണ്ട്സിൽ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ -2 ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ +2 വരണം. പിന്നെ 2 സോഡിയം ഉള്ളതുകൊണ്ട് ഓരോ സോഡിയത്തിനും +1 ആയിരിക്കും ഓക്സിജൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾക്ക് എന്തായാലും നെഗറ്റീവ് ഓക്സിജൻ സ്റ്റേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഗ്രൂപ്പിന്റെയും അതിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണവും വാലൻസ് എത്രയാണെന്ന് കൂടെ തന്നിട്ടുണ്ട്. 1ൻ്റെത് 1, 2ൻ്റെത് 2, 30ൻ്റെത് എന്താ 3, 40ൻ്റെത് 4, 50ൻ്റെത് 3 ആവാം 5 ആവാം, 16ൻ്റെത് 2, 6, 17ൻ്റെത് 1, 7, 18ൻ്റെത് 0 അല്ലെങ്കിൽ 8 ഇലക്ട്രോൺസും കൊടുക്കാം.
അപ്പൊ ആ വാലൻസി വെച്ച് നമുക്ക് ഗ്രൂപ്പ് 1 ലിഥിയത്തിന്റെ വാലൻസി ഒന്നായതുകൊണ്ട് ഒറ്റ ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോഡിയവും പൊട്ടാസ്യവും. പിന്നെ ഓക്സൈഡ് ഓക്സിജന്റെ -2 ഓക്സിജൻ സ്റ്റേറ്റ്. അപ്പൊ 2 ലിഥിയം അവിടെ കമ്പൈൻ ചെയ്ത് 2 സോഡിയം പൊട്ടാസ്യം. അപ്പൊ അങ്ങനെയുള്ള ഓക്സൈഡിന്റെയും ഹൈഡ്രൈഡുകളുടെയും ഫോർമുല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ് ഇനി പറയാനുള്ളത്. ഇപ്പൊ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് എന്താ നമുക്ക് നോക്കാം. The first element of each of the groups 1 and 2. ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും ഫസ്റ്റ് എലമെന്റ്സ് ആൻഡ് ഗ്രൂപ്പ്സ് 13 to 17 ബോറോൺ ടു ഫ്ലൂറിൻ. ഇപ്പൊ 1ലെയും 2ലെയും വെച്ചാൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിൽ നോബിൾ ഗ്യാസ് ഒഴികെയുള്ള റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് മെമ്പർ ഡിഫേഴ്സ് ഇൻ മെനി റെസ്പെക്ട് ഫ്രം ദി അതർ മെമ്പേഴ്സ് ഓഫ് ദി റെസ്പെക്ട് ഗ്രൂപ്പ്. അവര് ഫസ്റ്റ് മെമ്പർ എന്താണ് ബാക്കി മെമ്പേഴ്സുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. For example, lithium, unlike other alkali metals, and beryllium, unlike other alkaline earth metals, form compound with pronounced covalent character. അപ്പൊ എന്താ ലിഥിയം കൂടുതലും ഉണ്ടാക്കുന്നത്, ഇപ്പൊ ഗ്രൂപ്പ് 1 എടുത്താൽ ലിഥിയം കൂടുതലും കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്താ അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഗ്രൂപ്പ് 2 എടുത്താൽ ബെറിലിയം അതേപോലെ തന്നെ കൂടുതലും കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. In fact, the behavior of lithium and beryllium is more similar with the second element of the following group, that is magnesium and aluminum. എന്നുവെച്ചാല് ലിഥിയത്തിന്റെ പ്രോപ്പർട്ടീസ് കൂടുതൽ റിസംബിൾ ചെയ്യുന്നത് അടുത്ത ഗ്രൂപ്പിലുള്ള മഗ്നീഷ്യത്തെ പോലെയും ബെറിലിയം കൂടുതൽ റിസംബിൾ ചെയ്യുന്നത് അടുത്ത 13 ഗ്രൂപ്പിലെ അലൂമിനിയത്തിനെ പോലെയുമാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ നോക്കുന്നത്, നമ്മൾ പീരിയോഡിക് ടേബിളിലോട്ട് പോകാം. നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയം കൂടുതൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സിമിലാരിറ്റി കാണിക്കുന്ന ആരുമായിട്ടാണ് മഗ്നീഷ്യമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ബെറിലിയം ആരുമായിട്ട് പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി കാണിക്കുന്നു, 13 ഗ്രൂപ്പിലുള്ള അലൂമിനിയമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നു. ഇപ്പൊ ലിഥിയം മഗ്നീഷ്യമായിട്ട് ഈ സിമിലാരിറ്റീസ് കാണിക്കുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്, അതിനെയാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് കാണിക്കും. ഡയഗണലി അടുത്ത ഗ്രൂപ്പിൽ നിൽക്കുന്ന എലമെന്റുമായിട്ടാണല്ലോ ഇത് സിമിലാരിറ്റി കാണിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നു. ഇപ്പൊ നമ്മളിവിടെ പറയുന്നുണ്ട്, ദിസ് സോർട്ട് ഓഫ് സിമിലാരിറ്റി is most commonly referred to as the diagonal relationship in the periodic properties. So what are the reasons for the different chemical behavior of first member of a group of elements in the S&P group? First member ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് മെമ്പർ ഇങ്ങനെ അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം എന്താണ്? The anomalous behavior is attributed to their small size, large charge by radius ratio. അപ്പൊ അവരുടെ ചെറിയ സൈസും മാത്രമല്ല അവരുടെ ഹൈ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി എലമെന്റ്സ്, അതുമാണ് എന്ത് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഇലക്ട്രോനെഗറ്റിവ് വാല്യൂസ് ആണ്. ഇതൊക്കെയാണ് എന്ത് ഇവരുടെ ഇങ്ങനെ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ദി ഫസ്റ്റ് മെമ്പർ ഓഫ് ഗ്രൂപ്പ് ഹാസ് ഓൺലി 4 വാലൻസ് ഓർബിറ്റൽസ്. ഇപ്പൊ ഫസ്റ്റ് മെമ്പറിൽ എന്താ നമുക്കറിയാം, ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡിലുള്ള എന്താണ് എലമെന്റ്സ് ആണ്. അപ്പൊ അവരുടെ കോൺഫിഗറേഷൻ എപ്പോഴും ഔട്ടർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2s 2p വരെ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 4 ഓർബിറ്റലേ ഉള്ളൂ. ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലേ അവർക്കുള്ളൂ. മൊത്തത്തിൽ 4 വാലൻസ് ഓർബിറ്റൽസ് അവർക്കുള്ളൂ. വേറെ സെക്കൻഡ് മെമ്പർ ഓഫ് ദി ഗ്രൂപ്പ് ഹാസ് 9 വാലൻസ് ഓർബിറ്റൽ. ഇപ്പം തേർഡ് മെമ്പർ ആകുമ്പോൾ സെക്കൻഡ് മെമ്പർ എന്ന് പറയുന്നത് തേർഡ് പീരീഡിലുള്ളവരാണ്. അപ്പൊ അവർക്ക് എന്താ, അവർക്ക് 3s 3p 3d. അപ്പം അവരുടെ വാലൻസ് ഓർബിറ്റൽസിന്റെ എണ്ണം എത്രയും 2 1 3 5. അപ്പം 9 ഓർബിറ്റൽസ് അടുത്ത മെമ്പറിനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, ഈ സെക്കൻഡ് പീരീഡ് ഉള്ളവരുടെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് എത്ര എലിമെന്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കോവാലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കോവാലൻസി എന്ന് പറയുന്നത് ഇവിടെ മാക്സിമം 4 ആണ്, പക്ഷെ ഇവിടെ 4ന് മേലെ പോകും. ഓക്കെ. Furthermore, the first member of p block elements displays greater ability to form p pi multiple bonds to itself. മാത്രമല്ല p block elementsലെ ഫസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കാർബൺ നൈട്രജൻ, ഇവരൊക്കെ
അവരോട് തന്നെ മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടാക്കിയുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കാറുണ്ട്. C2 നമുക്ക് ഹൈഡ്രോ കാർബൺസ് എന്താ C ഡബിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞ N2 മോളിക്യൂൾ തന്നെ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ ആണ്. അപ്പൊ അങ്ങനെ ബോണ്ട് ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്താണ് കഴിവുകൾ പി ബ്ലോക്കിലെ ഫസ്റ്റ് എലമെന്റ്സിനുണ്ട്. അത് ബാക്കിയുള്ള മെമ്പേഴ്സിന് ഇല്ല. അപ്പൊ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതും ഇങ്ങനെ അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിട്ട് പറയുന്നു. ഓക്കെ, അടുത്ത പറയാനുള്ളത് പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി. വി ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് ദി periodic trends in certain fundamental properties such as atomic and ionic radii, ionization enthalpy, electron enthalpy and valence. ഈ പ്രോപ്പർട്ടി എന്താണ്, ഈ പ്രോപ്പർട്ടീസിന്റെ ട്രെൻഡ്സ് ഒക്കെ നമ്മളിപ്പോൾ ഓൾറെഡി നോക്കി. We know that the periodicity is related to electronic configuration. Electronic configuration ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാം നിൽക്കുന്നത് നോക്കുമ്പോൾ മനസ്സിലായി. That is, all chemical and physical properties are manifestation of the electronic configuration of elements. The atomic and ionic radii, as we know, generally decrease in a period from left to right. As a consequence, the ionization enthalpies generally increase and electronic enthalpies become more negative across a period. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇലക്ട്രോണിക് ഗെയിൻ എന്തൽപിയുടെയും അയനൈസേഷൻ എന്തൽപിയുടെയും ട്രെൻഡുകൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് അറ്റോമിക് റേഡിയെ കുറഞ്ഞു വരുവാണ്. അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എന്തൽപി റൈറ്റിലോട്ട് പോകുന്തോറും കൂടിക്കൂടി വരും. അയനൈസേഷൻ എന്തൽപി ഏറ്റവും കുറവുള്ളത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലും, ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ഏറ്റവും നെഗറ്റീവ് വാല്യൂ ഉള്ളത് റൈറ്റ് സൈഡിലാണെന്ന് നമുക്ക് മനസ്സിലായി. In other words, the ionization enthalpy of the extreme left element in the period is the least and the electron gain enthalpy of the element on the extreme right is the highest negative. This results into high chemical reactivity. ഇപ്പൊ എന്താണ് അയനൈസേഷൻ എന്തൽപി കുറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി കൂടുന്നത് എന്താണ് ഹൈ റിയാക്ടിവിറ്റിക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഏറ്റവും കെമിക്കൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള എന്താണ് രണ്ട് എക്സ്ട്രീം എൻഡ്സിലും നടുക്കുള്ളത് chemical reactivity കുറഞ്ഞ ആൾക്കാരുമാണ്. Thus, the maximum chemical reactivity at the extreme left is exhibited by the loss of an electron, leading to the formation of a cation at the extreme right. And at the extreme right, shown by gain of electron. എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ഹൈ റിയാക്ടിവിറ്റി എങ്ങനെയാണ് എലിമെന്റ്സ് കാണിക്കുന്നത്? അവരുടെ അയനൈസേഷൻ ഏറ്റവും കുറവായതുകൊണ്ട് അവരെ ഇലക്ട്രോണെ കളഞ്ഞുകൊണ്ട് കാറ്റയോൺ ഫോം ചെയ്താണ് അവർ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്താ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും നെഗറ്റീവ് വാല്യൂ ഏറ്റവും കൂടിയതുകൊണ്ട് അവർ ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് ആനിയോൺ ഫോം ചെയ്താണ് അവർ ഹൈ റിയാക്ടിവിറ്റി കാണിക്കുന്നത്. ദിസ് പ്രോപ്പർട്ടി ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ദി റെഡ്യൂസിങ് ആൻഡ് ഓക്സിഡൈസിങ് ബിഹേവിയർ ഓഫ് ദി എലമെന്റ്സ്. ഇപ്പൊ എന്താണ് ഇപ്പൊ ഈ പ്രോപ്പർട്ടിയാണ് എന്ത് ഒരു എലമെന്റ് റെഡ്യൂസിങ് ആണോ ഓക്സിഡൈസിങ് ആണോ എന്ന് പറയുന്നത്. എന്താണ് ഓക്സിഡൈസിങ് എന്ന് പറഞ്ഞാല്? ഓക്സിഡൈസിങ് എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ്, ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനുള്ള കഴിവ്, അതാണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. ഇപ്പൊ റെഡ്യൂസിങ് പ്രോപ്പർട്ടി എന്താ പറയുക ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള പ്രോപ്പർട്ടി. അയനൈസേഷൻ എന്താൽപി കുറയുമ്പോൾ എന്തായി ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുക, ഇപ്പൊ റെഡ്യൂസിങ് ക്യാരക്ടർ കൂടുക. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. However, here it can be directly related to the metallic and non-metallic character of elements. Thus, the metallic character of an element which is highest at the extremely left decreases and the non-metallic character increases with. നമ്മളൊരു പീരിയോഡ് ടേബിൾ എടുക്കുകയാണെങ്കിൽ എസ് ബ്ലോക്ക് ഡി ബ്ലോക്ക് വരയ്ക്കുന്നില്ല, ഇവിടെ എസ് ബ്ലോക്കും ബി ബ്ലോക്കും ആണ് നമുക്കുള്ളത്. അപ്പൊ എന്താ ലെഫ്റ്റ് സൈഡിൽ അയനൈസേഷൻ എന്തൽപി ഏറ്റവും കുറവ്, ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ഏറ്റവും കൂടുതൽ. ഇവര് അയനൈസേഷൻ എന്തൽപി ഏറ്റവും കുറവായതുകൊണ്ട് ഇവർ ഇലക്ട്രോൺസിനെ പെട്ടെന്ന് കളയും, ഒരു കാറ്റയോൺസ് ഫോം ചെയ്യും. ഇവര് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ഏറ്റവും കൂടിയതുകൊണ്ട് ഒരു ആനിയോൺസ് ഫോം ചെയ്താണ് റിയാക്ടിവിറ്റി കാണിക്കുന്നത്. മാത്രമല്ല ഇവർ ഇലക്ട്രോൺസ് പെട്ടെന്ന് കളയാൻ ഇവര് കൂടുതലും മെറ്റാലിക് ക്യാരക്ടർ ആണ് ഇപ്പോഴത്തുള്ളത്. ഈ സൈഡിലോട്ട് എത്തുമ്പോൾ എന്തായി നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരികയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ ഇത്രയും നീളത്തിൽ എഴുതിയേക്കുന്ന ഇതാണ്. അപ്പൊ അതാണ് ഷോർട്ടായിട്ട് പറയുമ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് ആൻ എലമെന്റ് ക്യാൻ ബി ബെസ്റ്റ് ഷോൺ ബൈ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഹാലജൻസ്. Here we shall consider the reaction of the elements with oxygen only. അപ്പം ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻസ് കമ്പൈൻ ചെയ്ത് നമുക്ക് റിയാക്ടിവിറ്റി പറയാൻ പറ്റും. എലമെന്റ്സ് ഓൺ ടു എക്സ്ട്രീംസ് ഓഫ് എ പീരിയഡ് ഈസിലി കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്. അപ്പൊ രണ്ട് എൻഡിലുള്ള എലമെന്റ്സ് എന്താണ് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സൈഡ്സ് ഫോം ചെയ്യാറുണ്ട്.
എക്സ്ട്രീം ലെഫ്റ്റിലുള്ള എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഓക്സൈഡ് ഏതാ? അതായിരിക്കും ഏറ്റവും ബേസിക് നേച്ചർ ഉള്ളത്. എക്സാമ്പിൾ ഇവിടെ Na2O കൊടുത്തിട്ടുണ്ട്. Whereas that formed by the element on the extreme right is the most acidic. ഇപ്പം എക്സ്ട്രീം റൈറ്റിലുള്ളത് എന്താണ്? അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇവിടെ എക്സ്ട്രീം ലെഫ്റ്റില് ബേസിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു, എക്സ്ട്രീം റൈറ്റ് എത്തുമ്പോൾ അസിഡിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. ഓക്സൈഡ്സ് ഓഫ് എലമെന്റ്സ് ഇൻ ദി സെന്റർ ആർ ആംഫോഡറിക്. സെന്ററിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആംഫോഡറിക് ഓർ ന്യൂട്രൽ. ഇപ്പൊ നടുക്ക് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആൾക്കാർ, നമ്മുടെ 13ഉം 14 ഒക്കെ വരുന്ന ആൾക്കാർ, അലൂമിനിയവും കാർബണും, അവരുടെയൊക്കെ ഓക്സൈഡുകൾ എന്താണ്? ആംഫോഡറിക് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ആംഫോഡറിക് ഓക്സൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് അലൂമിനിയം ഓക്സൈഡും H2O3 ഒക്കെ. ന്യൂട്രലിന്റെ ഓക്സൈഡ് എക്സാമ്പിൾ ആണ് CO, NO, N2O എന്ന് പറയുന്നത്. ആംഫോഡറിക് ഓക്സൈഡ്സ് ബിഹേവ് ആസിഡിക് വിത്ത് ബേസസ് ആൻഡ് ഇപ്പൊ ആംഫോഡറിക് ഓക്സൈഡ് എന്താ? അവർക്ക് ആസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും ഉണ്ട്. ആസിഡുമായിട്ട് അത് ബേസിക് ആയിരിക്കും, ബേസുമായിട്ട് അത് അസിഡിക് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. വേറസ് ന്യൂട്രൽ ഓക്സൈഡ്സ് ഹാവ് നോ അസിഡിക് ഓർ ബേസിക് പ്രോപ്പർട്ടി. നമുക്ക് അറിയാവുന്നതാണ്, ന്യൂട്രൽ ഓക്സൈഡ്സിന് അസിഡിക് പ്രോപ്പർട്ടി ഇല്ല, ബേസിക് പ്രോപ്പർട്ടിയും ഇല്ല. ഓക്കെ, അടുത്ത എമംഗ് ട്രാൻസിഷൻ മെറ്റൽസ്. 3D സീരീസിന്റെ കാര്യമാണ് പറയുന്നത്. ദ ചേഞ്ച് ഇൻ അറ്റോമിക് റേഡിയൈ ഈസ് മച്ച് സ്മോളർ ആസ് കമ്പയർ ടു ദോസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അക്രോസ് പീരിയഡ്. നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ അറ്റോമിക് റേഡിയ പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും അറ്റോമിക് റേഡിയ കുറഞ്ഞ് അത് ആ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റ്സിലോട്ട് വരുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ അറ്റോമിക് റേഡിയസ് കുറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിനെ പോലെ അത്രയും വാല്യൂ ഡിഫറൻസ് ഇല്ല. ആ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. The change in atomic radii is still smaller among inner transition. Inner transition metals ഈ ചേഞ്ച് ഇൻ റേഡിയൈ വാല്യൂ വളരെ കുറവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കമ്പയറബിൾ സൈസ് ആയിരിക്കും നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സിലോട്ട് പോകുമ്പോൾ കാണുന്നത്. ദി അയനൈസേഷൻ എൻതാൽപ്പീസ് ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദോസ് ഓഫ് എസ് ആൻഡ് പി ബ്ലോക്സ്. നമുക്ക് അറിയാവുന്നതാണ്. ഓർഡർ പറയുമ്പോൾ അതിന് ഇടയിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് അയനൈസേഷൻ എൻതാൽപ്പി രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് വാല്യൂസ് ആയിരിക്കും. As a consequence, they are less electropositive than group 1 and group 2 metals. അതുകൊണ്ട് അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ, ഇലക്ട്രോപോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ്, ആ ടെൻഡൻസി എസ് ബ്ലോക്ക് എലമെന്റ്സിനേക്കാളും കുറവായിരിക്കും. In a group, the increase in atomic and ionic radii with increase in atomic number generally results in gradual decrease in ionization enthalpy and a regular decrease in electron gain enthalpy in the case of main group elements. ഇപ്പൊ എന്താ? നമുക്കൊരു ഗ്രൂപ്പില് മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം അറ്റോമിക് റേഡിയൈ കൂടി വരും. അപ്പൊ അയനൈസേഷൻ എൻതാൽപ്പി കുറയും. മാത്രമല്ല ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടി വരും. നമുക്കറിയാം, കുറഞ്ഞു വരും. കാരണം ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺസിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി വരും. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ കുറഞ്ഞു വരും. ഈ നമ്മൾ വെറുതെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് അവിടെ പറയുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും മറക്കരുത്. ഓക്കെ, thus the metallic character increases down the group and non-metallic character decreases. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞതാണ്. മെറ്റാലിക് ക്യാരക്ടർ കൂടുമെന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുക. അപ്പൊ എന്താ? അത് റെഡ്യൂസിങ് ക്യാരക്ടറും കാണിക്കുന്നു. നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുക എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ്. അപ്പം അത് ഓക്സിഡൈസിങ് ക്യാരക്ടർ ആണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദി ബേസിക് തീം ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദി പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിൽ നമ്മൾ എലമെന്റ്സിനെ ഓർഗനൈസ് ചെയ്യാനുള്ള അതിന്റെ ബേസിക് തീം എന്താണ്? അപ്പൊ എന്താണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ നമ്മുടെ ഉദ്ദേശം ഇത്ര ഉണ്ടായിരുന്നു. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരേ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് വരുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അതാണ് ബേസിക് തീം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 3.2 എന്താണ്? വിച്ച് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഡിഡ് മെൻഡലീവ് യൂസ് ടു ക്ലാസിഫൈ ദി എലമെന്റ്സ് ഇൻ ഹിസ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഡിഡ് ഹി സ്റ്റിക്ക് ടു ദാറ്റ്? ഇപ്പൊ മെൻഡലീവ് ഏത് പ്രോപ്പർട്ടിയാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിച്ചത്? അത് അയാൾ മൊത്തത്തിൽ ഫോളോ ചെയ്തിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താണ് മെൻഡലീവ്
മെന്റലിന്റെ പീരിയോഡിക് ലോ തന്നെ എന്തായിരുന്നു? പ്രോപ്പർട്ടി ദ പീരിയോഡിക് എന്താണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിൽ അറേഞ്ച് ചെയ്തിട്ടാണ് അയാൾ മെന്റലീവ് അയാളുടെ പീരിയോഡിക് ലോ പറഞ്ഞത്. അപ്പൊ എപ്പോഴും പീരിയോഡിക് ടേബിൾ എന്താണ്? പീരിയോഡിക് ടേബിൾ അയാൾ മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണോ അറേഞ്ച് ചെയ്തിരുന്നതാണ് അടുത്ത ചോദ്യം. അത് നമ്മളവിടെ പഠിച്ചതാണ്. എക്സെപ്ഷൻ നമ്മൾ 2 പറഞ്ഞിരുന്നു. അതെ, ഇതായിരുന്നു മെന്റലീവിന്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് വെയിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ സമയത്തും അയാൾ അറ്റോമിക് വെയിറ്റ് ഇൻക്രീസിംഗ് ഓർഡറിലല്ല ചെയ്തത്. അപ്പൊ അതിന്റെ എക്സെപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിരുന്നു. ഏത്? അയോഡിൻ വിത്ത് ലോവർ അറ്റോമിക് വെയിറ്റ് ആറ്റം ടെല്ലൂറിയം. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് അനുസരിച്ചായിരുന്നെങ്കിൽ അയോഡിൻ ഇവരുടെ കൂടെ പ്ലേസ് ചെയ്യാൻ പാടില്ല. കാരണം ടെല്ലൂറത്തിനേക്കാളും ഗ്രൂപ്പ് 6 ടെല്ലൂറത്തിനേക്കാളും വെയിറ്റ് കുറവാണ് അയോഡിൻ. പക്ഷെ എന്നിട്ടും അത് ഗ്രൂപ്പ് 7 എത്തി. അപ്പൊ ആ ഓർഡർ ഒന്നും എപ്പോഴും ഫോളോ ചെയ്തിരുന്നില്ല. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ ആയിരുന്നു ഇത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ് ഇൻ അപ്രോച്ച് ബിറ്റ്വീൻ ദി മെന്റലീസ് പീരിയോഡിക് ലോ ആൻഡ് ദി മോഡേൺ പീരിയോഡിക് ലോ? അപ്പൊ നമ്മൾ മെന്റലിന്റെ പീരിയോഡിക് ലോ ഓൾറെഡി പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദിയർ അറ്റോമിക് വെയിറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോയിലെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? മോഡേൺ പീരിയോഡിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ the physical and chemical properties of elements are a periodic function of their atomic numbers. അപ്പൊ അറ്റോമിക് നമ്പേഴ്സ് ആണ് അവിടെ ബേസിക് ആയിട്ട് എടുത്തത്. പക്ഷെ മെന്റലീവ് അറ്റോമിക് വെയിറ്റ് ആയിരുന്നു ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ ദി ബേസിസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ജസ്റ്റിഫൈ ദാറ്റ് ദി 6th പീരിയഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഷുഡ് ഹാവ് 32 എലമെന്റ്സ്. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് 6th പീരീഡിന് 32 എലമെന്റ്സ് ഉണ്ടാവുന്ന പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3.4 ആണ്. നമുക്ക് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എത്ര? n = 6 എന്നത് തന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് 6th പീരീഡിൽ വന്നത്. n = 6 ആകുമ്പോൾ എല്ലിന്റെ വാല്യൂ എന്തൊക്കെ വരാം? 0, 1, 2, 3, 4, 5 വരെ വരാം. പക്ഷെ നമ്മൾ f ഓർബിറ്റ് വരെ പഠിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 5 ഓർബിറ്റൽസ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. 0 എന്ന് പറഞ്ഞാല് 2, 3, 4. അറിയാം 0 എന്ന് പറഞ്ഞാൽ s ഓർബിറ്റിൽ 1 p, ഇത് d, ഇത് f, ഇങ്ങനെയല്ലേ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 6th പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ തുടങ്ങുന്നത് 6s ഉണ്ട്, പിന്നെ 4f. ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ എനർജീസ് ഫിൽ എന്താ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ഓർബിറ്റൽസ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ട ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 6s കഴിഞ്ഞാൽ പിന്നെ 4f, പിന്നെ 5d, പിന്നെ 6p, പിന്നെ 7s ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 6th ഓർബിറ്റിൽ നമുക്ക് ഇത്രയും 6th ക്വാണ്ടം നമ്പർ 6th പീരീഡിൽ നമുക്ക് ഇത്രയും എലമെന്റ്സേ വരത്തുള്ളൂ. പിന്നെ 7s കഴിഞ്ഞിട്ട് നമുക്ക് 6d കയറാൻ പറ്റത്തുള്ളൂ. അപ്പം 6d നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഓർബിറ്റൽസ് ആണ് നമുക്ക് 6th പീരീഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 6 ഇത്രയും അറിയാം. എസ് ഓർബിറ്റലില് 2 ഇലക്ട്രോൺസ്, എഫില് 14, ഡിയില് 10, പിയില് 6. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 2 + 14 + 10 + 6 എന്ന് പറയുന്നത് 32 ഇലക്ട്രോൺസ്. ഇപ്പൊ ഇത്രയും ഇലക്ട്രോൺസ് ആണ് നമുക്ക് 6th പീരീഡിൽ ഓർബിറ്റൽസിൽ നമുക്ക് സാറ്റിസ്ഫൈ. ഇത്രയും ഇലക്ട്രോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ 6th പീരീഡിൽ നമുക്ക് 32 എലമെന്റ്സും നമുക്ക് കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്രയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പറയണം. അടുത്ത 3.5. In terms of period and group, where would you locate the element with z = 140? Okay, അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ 114 ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 114 എവിടെയാണ് എങ്ങനെ ലൊക്കേറ്റ്? ഇപ്പൊ ഇതിനൊരു ഈസി മെത്തേഡ് നമുക്ക് പറഞ്ഞത്. നമ്മൾ ആദ്യം നോബിൾ ഗ്യാസസ് 18th ഗ്രൂപ്പ് അതേപോലെ എഴുതുക. എന്നിട്ട് എത്ര എലമെന്റ്സ് വെച്ചാണ്
ഓരോ പീരീഡ് കഴിയുമ്പോഴും കൂടുന്ന നമുക്ക് നോക്കാം. ആദ്യം 0 to 2 2 ജമ്പ് ചെയ്യും. 2 8 8 18 18 32 ആണ് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. പിന്നെ നിയോണിന്റെ അപ്പം എന്തായിരിക്കും? 2 + 8 10 വരും. 10ഉം 8ഉം 18 8ഉം 18ഉം 36 36ഉം 18ഉം 54 96 വരും. നമ്മുടെ ഒരു 32 കൂടി ജമ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓർഗനസോൺ വരുന്നത്. അപ്പൊ നമുക്ക് ഈ നോബിൾ ഗ്യാസസിന്റെ ഈ ഓർഡറിൽ നമുക്ക് കിട്ടും. എന്താണ്? 2 8 18 18 30 30 ഇങ്ങനെയാണ് കൂട്ടി പോകുന്നത്. ഓരോ പീരീഡ് കഴിയുമ്പോഴും കൂട്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോബിൾ ഗ്യാസ് 18th ഗ്രൂപ്പാണ് നമുക്കറിയാം. ഹീലിയം ഫസ്റ്റ് പീരീഡ് നമുക്കറിയാം. ഇത്രയും നമുക്ക് അറിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് 114 എന്ന് പറയുന്നത് 118 അടുത്ത് നിൽക്കുന്ന നമ്പറാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 117 വരും, 116 നമ്മൾ പിക്ചർ ചെയ്യാൻ ശ്രമിക്കുക. പീരിയോഡിക് ടേബിൾ 16 115 114 ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് 17th ഗ്രൂപ്പ്, ഇത് 16th ഗ്രൂപ്പ്, ഇത് 15th ഗ്രൂപ്പ്, 14th ഗ്രൂപ്പ് വരും. പീരീഡ് നോക്കുമ്പോൾ എന്താ? ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് എവിടെ വരിക? നമ്മുടെ 14th ഗ്രൂപ്പിലും 7th പീരീഡിലുമാണ് വരുന്നത്. ഓക്കെ, 114 എന്ന് പറയുന്നത് 14th ഗ്രൂപ്പിലും 7th പീരീഡിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ നോബിൾ ഗ്യാസസിന്റെ ഓർഡർ നമുക്ക് അറിയാമെങ്കിൽ ഇതേപോലെ ഏത് എലിമെന്റ് എവിടെ വരുന്നത് നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. താങ്ക് യു.